കോമ്പയാർ പട്ടത്തിമുക്കിലെ മരണം കൊലപാതകമെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. പ്രതി രാജേഷ് സരസ്വതിയെ ക്രൂരമായി മർദ്ദിച്ചു. അടികൊണ്ട് നിലത്ത് വീണ സരസ്വതിയുടെ തലയിൽ കയറി നിന്നും മർദ്ദനം. ഇതിന്റെ ദൃശ്യങ്ങളും രാജേഷ് പകർത്തി. രാജേഷും സരസ്വതിയും ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തി. ഇരുവർക്കും മധ്യപ്രദേശിൽ കുടുംബങ്ങളുണ്ട്. സ്ഥലത്തിപ്പോൾ ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തുകയാണ്. വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നുണ്ട്. അനീഷ്, രാജേഷിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും പുരോഗമിക്കുകയാണോ? പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എന്താണ് ഈ ഒരു മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന കൂടുതൽ വിശദാംശങ്ങൾ? അനീഷ്. ഷിബിൻ, കോമ്പയാറിലെ മധ്യപ്രദേശ് സ്വദേശിനിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് ഈ മണിക്കൂറുകളിൽ സ്ഥിരീകരിക്കുകയാണ്. ഭർത്താവെന്നായിരുന്നു ആദ്യം ഈ സ്ത്രീയോടൊപ്പം താമസിച്ചിരുന്ന ആൾ പരിചയപ്പെടുത്തിയിരുന്നത്. രാജേഷ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം ഇവരുടെ ഭർത്താവല്ല എന്നും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ സമ്മതിക്കുകയുണ്ടായി. ഈ മരിച്ച സരസ്വതിക്കും രാജേഷിനും മധ്യപ്രദേശിൽ വേറെ വേറെ കുടുംബങ്ങളുള്ളതാണ്, കുട്ടികളുള്ളതാണ്. ഇവർ ബന്ധുക്കൾ എന്ന പേരിലാണ് ഇടുക്കിയിലേക്ക്, കേരളത്തിലേക്ക് എത്തുന്നത്. 8 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവർ ജോലിക്കായിട്ട് ഇങ്ങോട്ടേക്ക് എത്തിയത്, കോമ്പയാറ്റിലേക്ക് എത്തിയത്. കോമ്പയാറ്റിൽ എത്തിയതിനു ശേഷം 2 ദിവസമായി ഇവർ ഇപ്പോൾ ഈ മരിച്ച് കിടക്കുന്ന ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. 2 ദിവസം മുമ്പ് മാത്രമാണ് ഇവിടെ എത്തിയത്. ഇതിനു മുമ്പ് അവരുടെ ബന്ധുക്കളുടെ സമീപത്ത് തന്നെയുള്ള അവരുടെ ബന്ധുക്കളുടെ കൂടെയായിരുന്നു ഇവരുണ്ടായിരുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു ക്രൂരകൃത്യം അരങ്ങേറിയതെന്നാണ് പോലീസ് പറയുന്നത്. ഉച്ചയ്ക്ക് ശേഷം ഇവർ തൂക്കുപാലത്ത് നിന്നും ബിവറേജ് ഷോപ്പാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ നിന്നും മദ്യം വാങ്ങിക്കൊണ്ടുവന്ന് ഇരുവരും മദ്യപിക്കുകയായിരുന്നു. മദ്യപിച്ച ശേഷം ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുന്നു. ഈ തർക്കത്തിനിടയിൽ രാജേഷ് ക്രൂരമായി ഈ സ്ത്രീയെ മർദ്ദിക്കുന്നു. മർദ്ദനത്തിന്റെ ഭാഗമായി നിലത്ത് വീണ ഈ സ്ത്രീയുടെ തലയുടെ മുകളിലൊക്കെ തന്നെ ചവിട്ടി കയറി നിന്നുകൊണ്ട് രാജേഷ് വീണ്ടും വീണ്ടും മർദ്ദിക്കുന്നുണ്ട്. ശരീരമാസകലം ഈ രാജേഷ് കമ്പിവടിയും അതുപോലെ തന്നെ കാപ്പിമുട്ടവും ഒക്കെ വെച്ചിട്ട് മർദ്ദിച്ചതായിട്ടാണ് ഇപ്പോൾ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞിട്ടുള്ളത്. ഇതേ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഈ രാജേഷ് ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇത് മൊബൈലിൽ പകർത്തുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈലും ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിരിക്കുകയാണ്. എന്താണെങ്കിലും ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും ഒക്കെ മേഖലയിലെത്തി പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഈ പരിശോധനകൾക്കും ഇൻക്വസ്റ്റ് നടപടികൾക്കും ശേഷം മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. ഈ രാജേഷ് ഇപ്പോഴും മദ്യലഹരിയിൽ നിന്നും ഏതാണ്ട് പൂർണ്ണമായിട്ടും മുക്തനായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഇദ്ദേഹം ചോദിക്കുന്ന കാര്യങ്ങൾ വ്യക്തതയില്ലാതെയാണ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനാൽ തന്നെ രാജേഷിനെ നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തിയതിനു ശേഷം ഇയാള് മദ്യലഹരിയിൽ നിന്നും പൂർണ്ണമായും മുക്തനായതിനു ശേഷം നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തുവാനാണ്, വിശദമായ ചോദ്യം ചെയ്യൽ നടത്തുവാനാണ് ഇപ്പോൾ പോലീസ് തുനിഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുന്നു. ഡോഗ് സ്ക്വാഡ്, ഫോറൻസിക് വിദഗ്ധരൊക്കെ തന്നെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ വാർത്തയിൽ ഞെട്ടിയിരിക്കുകയാണ് നാട്. നമുക്കറിയാം, 2 ദിവസം മുമ്പാണ് അതായത് 4 ഇതര സംസ്ഥാന തൊഴിലാളികൾ ചേർന്ന് ഒരു ആസാം സ്വദേശിനിയായിട്ടുള്ള വീട്ടമ്മയെ നെടുങ്കണ്ടം ടൗണിൽ വെച്ചിട്ട് നെടുങ്കണ്ടത്തിന് സമീപം താന്നിമൂട്ടിലുള്ള ഷെഡിൽ വെച്ചിട്ട് ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കിയത്. ഈ പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു കൊലപാതക വാർത്തയും കൂടി വരുന്നത്. എന്താണെങ്കിലും പോലീസ് സംഭവത്തിൽ വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ഷിബിൻ.